ഫ്രണ്ട്സ്, എല്ലാവർക്കും അലമേലുവിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇരുമ്പ് പുളി തോരൻ പരിപ്പ് അല്ലെങ്കിൽ സാമ്പാർ പരിപ്പൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ഒഴിച്ചറി ഉണ്ടാക്കിയതാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുക്കറിൽ ഒരു 2-3 വിസിൽ കേൾക്കുന്ന സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ചോറിന് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഒഴിച്ചറിയാണ്. ഇപ്പോൾ പുളിഞ്ചിക്കയുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള സീസൺ സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പോവാം നമ്മുടെ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്ക ഒഴിച്ചറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പുളിഞ്ചിക്ക എടുത്ത് വൃത്തിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് സാമ്പാർ പരിപ്പിട്ടോ തോരൻ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി. ഇതിനോട് ഉപ്പും കൂടി ഇട്ടിട്ടാണ് നമ്മൾ കുക്കറിൽ ഇതിനെ 2 വിസിലൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് പരിപ്പുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് പുളിഞ്ചിക്കായ എടുക്കുക, അല്ലെങ്കിൽ പുളിഞ്ചിക്കായ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പരിപ്പ് എടുക്കാം. അപ്പോൾ നമുക്കിത് കുക്കറിൽ ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഉപ്പ്, കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് പുളിഞ്ചിക്കായൊക്കെ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിഞ്ചിക്കായും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കട്ടെ. ഞാനൊരു 3 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതാ നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ. നമ്മുടെ പുളിഞ്ചിക്ക പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് താളിച്ചൊഴിക്കണം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉപ്പിൽ വ്യത്യാസം വരും. നമ്മുടെ പുളിഞ്ചിക്കൊക്കെ വെന്തിറങ്ങിയതല്ലേ, അപ്പം അതിനകത്ത് ഇത് വരും. അപ്പോൾ ഇത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം കേട്ടോ. നമ്മൾ കടുക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. രണ്ടും കൂടി ഒന്ന് കളർ മാറി വരട്ടെ. നമ്മൾ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ താളിക്കാനുള്ള സാധനങ്ങൾ തയ്യാറായിട്ടുണ്ടാവും. നമ്മൾ ഇതിനകത്തേക്ക് നമ്മുടെ കറി എടുത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വറവലൊക്കെ തയ്യാറായി. ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ ഒഴിച്ചറി ഒഴിക്കുകയാണ്. അപ്പം നമ്മുടെ പുളിഞ്ചിക്ക ഒഴിച്ചേറി തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പുളിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.